പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. നമ്മളായിരിക്കുന്ന ഇടങ്ങളിൽ എഴുന്നേറ്റ് നിന്ന് ദൈവത്തെ സ്തുതിച്ച് ആരാധിക്കുന്നവരാണെങ്കിൽ അപ്രകാരം ചെയ്യുക. ലോകത്തിൻ്റെ നാനാഭാഗങ്ങളിലായിരിക്കും നമ്മൾ ഈ പ്രാർത്ഥനയിൽ പങ്കെടുക്കുകയാണ്. ദൈവത്തിൻ്റെ കരുണയുടെ മണിക്കൂറാണിത്. ആ കരുണ നമ്മുടെ മേലും നമ്മുടെ കുടുംബത്തിൻ്റെ മേലും വർഷിക്കപ്പെടുവാൻ നമുക്ക് ആഗ്രഹിച്ച് പ്രാർത്ഥിക്കാം. ലോകം മുഴുവനിലേക്കും ഈ കരുണ വർഷിക്കപ്പെടുവാൻ ആഗ്രഹിച്ച് നമുക്കിപ്പോൾ ഈ മണിക്കൂറിൽ പ്രാർത്ഥിക്കാം. നമുക്കായിട്ട് വിശുദ്ധ കുർബാന നമ്മുടെ മുമ്പിൽ എഴുന്നള്ളിയിരിക്കുന്ന ഈ സമയം, ജീവിക്കുന്ന ദൈവം നമ്മോടുകൂടി ആയിരിക്കുന്ന ഈ സമയത്തിൻ്റെ അനുഗ്രഹങ്ങളെല്ലാം മനസ്സിൽ കണ്ടുകൊണ്ട് അല്പസമയം നമുക്ക് ദൈവത്തെ സ്വതന്ത്രമായിട്ട് സ്തുതിച്ച് പ്രാർത്ഥിക്കാം. യേശുവേ നന്ദി, ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. കർത്താവേ, ഞങ്ങൾ ഒന്നുചേർന്നങ്ങേ സ്തുതിക്കുകയും ആരാധിക്കുകയും ചെയ്യുന്നു. ഞങ്ങളുടെ മുമ്പിൽ എഴുന്നള്ളിയിരിക്കുന്ന കർത്താവേ, ഞങ്ങളങ്ങേ സ്തുതിക്കുന്നു, ഞങ്ങളങ്ങേ ആരാധിക്കുന്നു. ഞങ്ങളുടെ മേലും ലോകം മുഴുവൻ്റെ മേലും അവിടുത്തെ കരുണ വർഷിക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ നന്ദി, യേശുവേ നന്ദി. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ഈ മണിക്കൂറിൻ്റെ എല്ലാ അനുഗ്രഹങ്ങളും നമ്മുടെ മേൽ വന്ന് നിറയുവാൻ ആഗ്രഹത്തോടെ നമുക്ക് പ്രാർത്ഥിക്കാം. ഈശോയുടെ തിരുഹൃദയത്തിൽ നിന്ന് ഞങ്ങൾക്ക് കാരുണ്യ സ്രോതസ്സായി ഒഴുകിയിറങ്ങിയ തിരുരക്തമേ, തിരുജലമേ, ഞങ്ങൾ അങ്ങയിൽ ശരണപ്പെടുന്നു. ഈശോയുടെ തിരുഹൃദയത്തിൽ നിന്ന് ഞങ്ങൾക്ക് കാരുണ്യ സ്രോതസ്സായി ഒഴുകിയിറങ്ങിയ തിരുരക്തമേ, തിരുജലമേ, ഞങ്ങൾ അങ്ങയിൽ ശരണപ്പെടുന്നു. ഈശോയുടെ തിരുഹൃദയത്തിൽ നിന്ന് ഞങ്ങൾക്ക് കാരുണ്യ സ്രോതസ്സായി ഒഴുകിയിറങ്ങിയ തിരുരക്തമേ, തിരുജലമേ, ഞങ്ങൾ അങ്ങയിൽ ശരണപ്പെടുന്നു. ഉത്സവസ്ഥാനങ്ങളിരിക്കാം. വചന വെളിച്ചത്തിൽ ദൈവത്തിൻ്റെ കരുണയെക്കുറിച്ച് നമ്മൾ ധ്യാനിക്കുകയാണ്. ആ കരുണ നമ്മുടെ മേലും നമ്മുടെ കുടുംബത്തിൻ്റെ മേലും വന്ന് നിറയുവാൻ നമുക്ക് ആഗ്രഹിച്ച് പ്രാർത്ഥിക്കാം. തോബിത്തിൻ്റെ പുസ്തകം 3-ാം അധ്യായത്തിൻ്റെ ആദ്യത്തെ 2 വചനങ്ങളും തോബിത്തിൻ്റെ പുസ്തകം 13-ാം അധ്യായത്തിൻ്റെ 2 മുതലുള്ള വചനങ്ങളും വായിക്കുമ്പോൾ ദൈവത്തെക്കുറിച്ചും ദൈവകരുണയെക്കുറിച്ചും പല കാര്യങ്ങളും നമ്മെ പഠിപ്പിക്കുന്ന വചനഭാഗങ്ങളാണ്. തോബിത്തിൻ്റെ പുസ്തകം 3-ാം അധ്യായത്തിൻ്റെ 1-2 വചനങ്ങൾ, അതുപോലെ 13-ാം അധ്യായത്തിൻ്റെ 2 മുതലുള്ള തിരുവചന ഭാഗം. ഈ വചനഭാഗങ്ങളെ ആസ്പദമാക്കി ഏതാനും കാര്യങ്ങൾ നമ്മളിപ്പോൾ ദൈവ കരുണയെക്കുറിച്ച് ധ്യാനിക്കുന്നു, ചിന്തിക്കുന്നു. തോബിത്ത് 3-ന്റെ 1-2 വചനങ്ങൾ എടുക്കുമ്പോൾ 3 പ്രധാനപ്പെട്ട കാര്യങ്ങൾ അവിടെ നമുക്ക് കണ്ടെത്താൻ പറ്റും. ദൈവത്തെക്കുറിച്ചും ദൈവകരുണയെക്കുറിച്ചും പഠിപ്പിക്കുന്ന 3 പ്രധാനപ്പെട്ട കാര്യങ്ങളാണ്. ഒന്നാമത്തെ കാര്യം, കർത്താവ് നീതിമാനാണ്. അതാണ് വചനം പറയുക. കർത്താവ് നീതിമാനാണ്. നീതിമാനായ ദൈവത്തെക്കുറിച്ച് നമ്മൾ ബൈബിളിൽ ഒരുപാട് വചനങ്ങളിൽ നമുക്ക് കാണാൻ സാധിക്കും. അവൻ നീതിമാനായ ഒരു ദൈവമാണ്. അപ്പം അതുകൊണ്ട് ഈ ദൈവത്തെക്കുറിച്ച് നമുക്ക് ബോധ്യം വന്നാൽ ഈ നീതിക്കനുസരിച്ച് ജീവിക്കാനുള്ള ഒരു പ്രചോദനം നമുക്ക് ലഭിക്കും. നമ്മൾ കാണുന്നുണ്ട്, ജ്ഞാനത്തിൻ്റെ പുസ്തകം 3-ാം അധ്യായം 1-ാമത്തെ വചനം എടുത്താൽ അവിടെ പറഞ്ഞിട്ടുണ്ട്, നീതിമാന്റെ ആത്മാവിനാണ് സുരക്ഷിതത്വമുള്ളത്. നീതിമാന്റെ ആത്മാവ് കർത്താവിൻ്റെ കരങ്ങളിൽ സുരക്ഷിതമാണ്. പറയുണ്ട്, അനീതി പ്രവർത്തിക്കുന്നവർക്ക്, നീതിയിൽ നിന്നും വ്യതിചലിക്കുന്നവർക്ക് ഈ ഒരു സുരക്ഷിതത്വം പ്രതീക്ഷിക്കാൻ സാധിക്കത്തില്ല. ദൈവം നീതിമാനായ ദൈവമാണ്. രണ്ടാമതൊരു കാര്യം നമ്മൾ കാണുന്നുണ്ട്, ദൈവത്തിൻ്റെ പ്രവൃത്തികളും മാർഗങ്ങളും കാരുണ്യവും സത്യവും നിറഞ്ഞതാണ്. ദൈവത്തിൻ്റെ പ്രവൃത്തികൾ കാരുണ്യവും സത്യവും നിറഞ്ഞതാണ്. പറയുണ്ട്, നീതിമാനായ ദൈവത്തെക്കുറിച്ച് നമ്മൾ കാണുമ്പോൾ നീതിമാൻ മാത്രമല്ല, കാരുണ്യവാനായ ദൈവമാണ്. ദൈവത്തിൽ സത്യം ഉണ്ട്. അവൻ്റെ തീരുമാനങ്ങൾ, അതുപോലെ തന്നെ അവൻ്റെ വഴികൾ, അതെല്ലാം സത്യമുള്ള കാരുണ്യം നിറഞ്ഞ വഴികളാണ് എന്നുള്ളത് ഈ വചനം നമ്മെ ഓർമ്മിപ്പിക്കുക. 3-ാമതൊരു കാര്യം കൂടി നമ്മൾ തോബിത്തിൻ്റെ പുസ്തകം 3-ാം അധ്യായത്തിൻ്റെ ആദ്യത്തെ 2 വചനങ്ങളിൽ നിന്നാണ് ഇതെല്ലാം കാണുക. 3-ാമതൊരു കാര്യം കൂടി അവിടെ പറഞ്ഞിട്ടുണ്ട്, ദൈവത്തിൻ്റെ വിധി സത്യവും
നീതിനിഷ്ഠവുമാണ്. ദൈവം വിധിക്കുന്നത് സത്യസന്ധമായിട്ടാണ്. അതുപോലെ തന്നെ നീതിയെ മുൻനിർത്തിക്കൊണ്ടാണ്. ഈ മൂന്ന് കാര്യങ്ങൾ ഈ വചനഭാഗം നമ്മെ ഓർമ്മിപ്പിക്കുകയാണത്. ദൈവത്തെക്കുറിച്ചും ദൈവത്തിൻ്റെ നീതിയെക്കുറിച്ചും കാരുണ്യത്തെക്കുറിച്ചും നമ്മളെ പഠിപ്പിക്കുന്ന രണ്ട് വചനങ്ങളാണ് തോബിത്തിൻ്റെ പുസ്തകം 3-ാം അധ്യായത്തിൻ്റെ ആദ്യത്തെ 2 വചനങ്ങൾ. ഒരിക്കൽ കൂടി നമ്മളതേക്കുറിച്ച് ബോധ്യമുള്ളവരാകാൻ പരിശ്രമിക്കുകയാണ്. ഒന്ന്, കർത്താവ് നീതിമാനായ ദൈവമാണ്. രണ്ടാമത്തെ കാര്യം, കർത്താവിൻ്റെ പ്രവൃത്തികളും മാർഗങ്ങളും കാരുണ്യവും സത്യവും നിറഞ്ഞതാണ്. മൂന്നാമത്തെ കാര്യം, ദൈവത്തിൻ്റെ വിധി സത്യവും നീതിനിഷ്ഠവുമാണ്. ഈ 3 കാര്യങ്ങൾ നമുക്ക് വിശ്വസിച്ച് ഹൃദയത്തിൽ ഉറപ്പിക്കാവുന്ന കാര്യങ്ങളാണെന്ന് ദൈവത്തിൻ്റെ വചനം നമ്മെ ഓർമ്മിപ്പിക്കാം. അടുത്തതായിട്ട് നമ്മൾ 13-ാം അധ്യായം, തോബിത്തിൻ്റെ പുസ്തകം 13-ാം അധ്യായം അതിൻ്റെ 2 മുതലുള്ള തിരുവചന ഭാഗം എടുക്കുമ്പോൾ ദൈവത്തിൻ്റെ കരുണ ലഭിക്കാൻ നാം ചെയ്യേണ്ടതായ കാര്യങ്ങൾ, ദൈവം കാരുണ്യവാനാണെന്നും നീതിമാനാണെന്നും അവൻ്റെ വിധി, അവൻ്റെ വഴികൾ സത്യവും കരുണയും നീതിയും നിറഞ്ഞതാണെന്ന് നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞു. ഇനി ഈ കരുണ നമ്മുടെ ജീവിതത്തിലേക്ക് വരുവാൻ, അത് പ്രാപിക്കാൻ നമ്മൾ ചെയ്യേണ്ടതായിട്ടുള്ള കാര്യങ്ങളാണ് തോബിത്ത് 13-ാം അധ്യായം 2 മുതലുള്ള വചനഭാഗം വായിക്കുമ്പോൾ നമ്മൾ കാണുക. അവിടെ നമ്മൾ കാണുന്ന ഒരു കാര്യം ഇതാണ്: തിന്മയ്ക്ക് ശിക്ഷ നൽകുന്നവനാണ് ദൈവം. തിന്മ ശിക്ഷിക്കപ്പെടും. എന്നാൽ അതോടൊപ്പം പറയാണ്, എങ്കിലും ദൈവം കരുണ കാണിക്കുന്നവനാണ്. തിന്മയ്ക്ക് തിന്മയുടേതായിട്ടുള്ള ശിക്ഷ ഉണ്ടാകും. പക്ഷേ തിന്മ പ്രവർത്തിച്ചു എന്നതിൻ്റെ പേരിൽ അനുദപിക്കുന്ന പാപികളെ കർത്താവ് പൂർണ്ണമായിട്ടും കൈവിടത്തില്ല. ദൈവം അവരോട് കരുണ കാണിക്കും എന്നുള്ളത് ഇവിടെ നമുക്ക് കാണാൻ പറ്റുന്ന കാര്യമാണ്. പ്രഭാഷകന്റെ പുസ്തകം 16-ന്റെ 12-ാമത്തെ വചനവും ഇതേ സന്ദേശം ദൈവം നമുക്ക് നൽകുന്നുണ്ട്. തിന്മയ്ക്ക് ശിക്ഷ, കാരണം ദൈവം നീതിമാനായ ദൈവമാണ്. എന്നാൽ അനുദപിക്കുന്ന പാപികളോട് വലിയ കരുണ കാണിക്കുന്ന ഒരു ദൈവമാണ് നമ്മുടെ ദൈവം എന്നുള്ളത് ഈ പ്രഭാഷകൻ 16-ന്റെ 12-ാമത്തെ വചനവും നമ്മെ ഓർമ്മിപ്പിക്കുന്ന കാര്യമാണ്. നമുക്ക് കരുണ ലഭിക്കാനുള്ള മാർഗങ്ങൾ, അതാണ് തോബിത്ത് 13-ാം അധ്യായം അതിൻ്റെ 5 മുതലുള്ള വചനഭാഗം വായിക്കുമ്പോൾ നമുക്കിത് കാണാൻ പറ്റും. കുറേ കാര്യങ്ങൾ അവിടെ പറഞ്ഞിരിക്കുന്നത് നമുക്ക് മനസ്സിലാക്കാൻ വളരെ എളുപ്പമാണ്. ഒന്നാമത്തെ കാര്യം, കർത്താവിങ്കിലേക്ക് തിരിയുക. തോബിത്തിൻ്റെ ഒരു കീർത്തനമാണ് നമ്മളിവിടെ കാണുക. ആ കീർത്തനത്തിൽ തോബിത്ത് വെളിപ്പെടുത്തുന്ന കുറേ കാര്യങ്ങളുണ്ട്. ദൈവം കാരുണ്യവാനാണ്. ഈ കരുണ ലഭിക്കാൻ നമ്മൾ ചെയ്യേണ്ടത്, അല്ലെങ്കിൽ ഈ കരുണ ദൈവം ആരുടെ മേൽ വർഷിക്കുന്നു? ദൈവത്തിങ്കിലേക്ക് തിരിയുന്നവർക്കാണ് ഈ കരുണ സ്വീകരിക്കാനായിട്ട് സാധിക്കുക. നമുക്കറിയാം, ഒരു ഹീബ്രു പദം മെറ്റനോയ എന്ന് പറഞ്ഞാൽ എ ടോട്ടൽ ചേഞ്ച് ഓഫ് ഹാർട്ട് ആൻഡ് മൈൻഡ്. നമ്മുടെ ഹൃദയത്തിൻ്റെയും മനസ്സിൻ്റെയും സമ്പൂർണമായൊരു പരിവർത്തനം. നമ്മളെപ്പോഴെങ്കിലും തെറ്റുപറ്റുമ്പോഴേ ഐ എം സോറി, കർത്താവേ എനിക്ക് തെറ്റുപറ്റി, ക്ഷമിക്കണം എന്ന് വാക്കുകൊണ്ട് പറയുന്നതല്ല മെറ്റനോയ എന്ന പദം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. സമ്പൂർണമായ ഒരു പരിവർത്തനം. അങ്ങനെ ഒരു മാറ്റം വന്നാൽ പിന്നെ പാപത്തിലേക്ക് പോകുന്നതിനേക്കാൾ പുണ്യത്തിലേക്ക് പോകാനുള്ള ആ ഒരു ചായ്വായിരിക്കും നമുക്കുള്ളത്. നമ്മൾ കാണുന്നുണ്ട്, സാവൂൾ ഇങ്ങനെയൊരു മെറ്റനോയ, അതായത് ഇങ്ങനെയൊരു മാനസാന്തരം അവൻ്റെ ജീവിതത്തിൽ വന്നു. പിന്നെ അവന് മരണം മുന്നിൽ കണ്ടിട്ട് പോലും പാപം ചെയ്യാനല്ല തയ്യാറായത്, മരണം ഏറ്റെടുത്ത് കർത്താവിനോട് ചേർന്ന് നിൽക്കാനാണ്. മഗ്ദലന മറിയത്തിന് ഇങ്ങനെ ഒരു കാര്യം സംഭവിച്ചതുകൊണ്ട് പിന്നീട് പാപത്തിനുള്ള പല വഴികൾ അവളുടെ മുമ്പിൽ വന്നിട്ടും പാപത്തിലേക്ക് പോകാതെ പ്രാണന് തുല്യം യേശുവിനെ സ്നേഹിച്ച ഒരു വ്യക്തിയാണ്. അതിന് നമുക്ക് ആവശ്യമായിട്ടുള്ളത് മെറ്റനോയ. ഈ ഒരു മാറ്റം നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുക, അടിസ്ഥാനപരമായിട്ടുള്ളൊരു മാനസാന്തരം നമുക്കുണ്ടാകുക, അതിലൂടെ ദൈവത്തിലേക്ക് തിരിയുക എന്നുള്ളതാണ്. ഈ ഒരു കാര്യത്തിന് തയ്യാറായാൽ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന കുറേ നേട്ടങ്ങളെക്കുറിച്ച് ദൈവവചനം നമ്മെ ഓർമ്മിപ്പിക്കുന്നുണ്ട്. പ്രഭാഷകൻ 20 3-ാമത്തെ വചനം എടുത്താൽ, പ്രഭാഷകൻ 20-ന്റെ 3-ാമത്തെ വചനത്തിൽ നമ്മൾ കാണുന്നത്, കുറ്റം ഏറ്റുപറയുന്നവന് ശിക്ഷ ഒഴിഞ്ഞു കിട്ടും.
കുറ്റം ചെയ്തിട്ടും അത് സമ്മതിക്കാതിരിക്കുന്നവർക്ക് ശിക്ഷ ഉറപ്പാണ്. ഈ ഭൂമിയിൽ വെച്ച് ശിക്ഷ കിട്ടുന്നില്ലേലും ദൈവത്തിൻ്റെ കോടതിയിൽ കിട്ടും. ഇവിടെ കർത്താവ് പറഞ്ഞിരിക്കുന്ന ഒരു കാര്യം, നമുക്ക് തെറ്റുപറ്റിയാലും നമ്മൾ കുറ്റം ചെയ്തവരാണെങ്കിലും അത് ഏറ്റു പറഞ്ഞാൽ, അത് അംഗീകരിച്ചാൽ, അതിൻ്റെ പേരിൽ അനുദപിക്കാൻ തയ്യാറാകുന്നെങ്കിൽ നിനക്ക് ശിക്ഷ ഒഴിഞ്ഞു കിട്ടും. നിത്യമായ ശിക്ഷ അതെങ്കിലും നമുക്ക് ഒഴിഞ്ഞു കിട്ടും എന്നുള്ളത് നാം മനസ്സിലാക്കിയിരിക്കേണ്ട കാര്യമാണ്. 1 യോഹന്നാൻ 1-ാം അധ്യായം 8-9 വചനങ്ങൾ വായിച്ചാൽ അവിടെ പറഞ്ഞിട്ടുണ്ട്, നമുക്ക് പാപമില്ലെന്ന് നാം പറഞ്ഞാൽ അത് ആത്മവഞ്ചനയാണ്. നമുക്ക് പാപമില്ലാഞ്ഞിട്ടല്ല, പക്ഷെ നമ്മൾ പാപം കണ്ടെത്താത്തത് കൊണ്ടും അത് അംഗീകരിക്കാത്തത് കൊണ്ടുമാണ് നമുക്ക് പാപമില്ല എന്ന് നമ്മൾ പറഞ്ഞു പോകുന്നത്. പൗലോസ്ലീഹ പറഞ്ഞൊരു കാര്യം, പാപികളിൽ ഒന്നാമനാണ് ഞാൻ. 1 തീമോത്തി 1-ാം അധ്യായം 16-ാമത്തെ വചനത്തിൽ നമ്മൾ കാണുന്നതാണ്, പാപികളിൽ ഒന്നാമനാണ് ഞാനെന്ന് ഈ വ്യക്തി പറഞ്ഞെങ്കിൽ നമ്മളൊക്കെ അതിലേറെ മുൻപന്തിയിൽ നിന്ന് ഈ ഒരു കാര്യം വിളിച്ചു പറയേണ്ടവരാണ്. ഇനി ദൈവത്തെ നമ്മൾ ശരിക്കും മനസ്സിലാക്കി ദൈവകൃപയിലേക്ക് നമ്മൾ വന്നു കഴിയുമ്പോൾ ഇപ്രകാരം നമുക്ക് പറയാൻ സാധിക്കും, അത് നമ്മെ ദൈവത്തിൻ്റെ കരുണയിലേക്കും രക്ഷയിലേക്കും കൈപിടിച്ചുയർത്തും. സുഭാഷിതങ്ങൾ 28 13-ാമത്തെ വചനം എടുത്താൽ, സുഭാഷിതങ്ങൾ 28-13 നമ്മൾ വായിക്കുന്നത്, തെറ്റുകൾ മറച്ചു വയ്ക്കുന്നവന് ഐശ്വര്യമുണ്ടാകില്ല. തെറ്റ് ചെയ്തിട്ടും അത് മൂടി വെച്ച് നമ്മൾ നടക്കുമ്പോൾ, അതൊന്ന് കുമ്പസാരം എന്ന കൂദാശയിലേക്ക് കൊണ്ടുവരാൻ നമ്മൾ വിസമ്മതിക്കുമ്പോൾ നമ്മുടെ ഐശ്വര്യം നഷ്ടപ്പെടും. എന്നാൽ അത് ഏറ്റുപറഞ്ഞ് പരിത്യജിക്കുന്നവന് കർത്താവിൻ്റെ കരുണ ലഭിക്കും. പറയുണ്ട്, തെറ്റുകളും കുറ്റങ്ങളും ആർക്ക് വേണമെങ്കിലും വരാം, അത് അംഗീകരിച്ച് അനുദപിച്ച് കർത്താവിൻ്റെ പക്കലേക്ക് വരുന്നവര്, അതാണ് മെറ്റനോയ. അതിലേക്ക് വരുന്നവർക്ക് കർത്താവിൻ്റെ കരുണ ലഭിക്കും എന്നുള്ളത് ദൈവം നമ്മെ ഓർമ്മിപ്പിക്കുന്നൊരു കാര്യമാണ്. മറ്റൊരു കാര്യം, ഈ തോബിത്തിൻ്റെ പുസ്തകം 13-ാം അധ്യായം നമ്മളെ ഓർമ്മിപ്പിക്കുന്നത്, ദൈവസന്നിധിയിൽ സത്യസന്ധമായി വ്യാപരിക്കാം. ദൈവത്തിൻ്റെ കണ്ണുകളിൽ സത്യസന്ധരാകാൻ നമുക്ക് പറ്റണം. അങ്ങനെയുള്ളവർക്ക് ദൈവത്തിൻ്റെ കരുണ ലഭിക്കും എന്ന് വചനം നമ്മെ ഓർമ്മിപ്പിക്കാം. വീണ്ടും ഈ വചനഭാഗം പറയാണ്, ദൈവം ചെയ്ത നന്മകളെപ്പറ്റി ചിന്തിച്ച് ധ്യാനിച്ച് നടക്കുന്നവർക്ക് ദൈവത്തിൻ്റെ കരുണ ലഭിക്കും. അങ്ങനെ ചിന്തിക്കുന്നവർക്ക് ഇല്ലായ്മയുടെ കണക്ക് പറഞ്ഞ് പരാതി പറയാൻ തോന്നുന്നതിനേക്കാൾ കൃതജ്ഞത അവരുടെ ഹൃദയത്തിൽ നിറഞ്ഞു നിൽക്കും. ദൈവം ചെയ്ത നന്മകൾ അവ നമ്മൾ മനസ്സിലാക്കി അംഗീകരിച്ച് ഏറ്റുപറഞ്ഞ് കർത്താവിനെ പ്രകീർത്തിക്കാൻ നമുക്ക് സാധിക്കണം. അതുപോലെ തന്നെ സ്തുതിയുടെയും കൃതജ്ഞതയുടെയും ഒരു ജീവിതം നമ്മൾ പണിതുയർത്തിയാൽ നമുക്ക് ഒരുപാട് ദൈവത്തിൻ്റെ കരുണ ലഭിക്കും. കാരണം സങ്കീർത്തനം 22:3 നമ്മൾ വായിക്കുന്നുണ്ട്, ഇസ്രായേലിൻ്റെ സ്തുതിയുടെ സിംഹാസനത്തിൽ വസിക്കുന്നവനാണ് നമ്മുടെ ദൈവം. പറയുണ്ട്, ആ കരുണയും ദൈവത്തിൻ്റെ സാന്നിധ്യവും സ്നേഹവും ഒക്കെ ലഭിക്കാൻ നമ്മുടെ ജീവിതം കൃതജ്ഞതയുടെ നന്ദിയുടെ ഒരു ജീവിതമാക്കി മാറ്റണം. മറ്റൊരു കാര്യം കൂടി ഈ വചനഭാഗം നമ്മളെ ഓർമ്മിപ്പിക്കുന്നുണ്ട്, പാപികളെ മാനസാന്തരത്തിന് ക്ഷണിക്കുന്നവർക്ക് ദൈവത്തിൻ്റെ കരുണയ്ക്കുള്ള അർഹതയുണ്ടാകും. നമ്മൾ പാപികളെ കുറിച്ച് മനസ്സിലാക്കുമ്പോൾ, നമ്മുടെ ചുറ്റുപാടുള്ളവരെയും പാപത്തിലാണ് ജീവിക്കുന്നത് എന്ന് മനസ്സിലാക്കുമ്പോൾ അവർക്ക് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കണം. അവരെ അനുതാപത്തിലേക്ക് നയിക്കാൻ നമ്മൾ തയ്യാറാകണം. അങ്ങനെ ചെയ്യുമ്പോൾ ദൈവത്തിൻ്റെ കരുണ നമ്മുടെ മേൽ വർഷിക്കപ്പെടും എന്ന് വചനം നമ്മെ ഓർമ്മിപ്പിക്കാം. മത്തായിയുടെ സുവിശേഷം 5-ാം അധ്യായത്തിൻ്റെ 7-ാമത്തെ വചനം വായിച്ചാൽ അവിടെ പറഞ്ഞിട്ടുണ്ട്, നമുക്ക് കരുണയുണ്ടെങ്കിൽ നമുക്ക് കരുണ ലഭിക്കും. മറ്റുള്ളവരോട് കരുണ കാണിക്കുന്നവർ ഭാഗ്യവാന്മാർ, അവർക്ക് കരുണ ലഭിക്കും എന്നാണ് പറഞ്ഞിരിക്കുന്നത്. നമ്മുടെ എല്ലാ ആവശ്യങ്ങളെയും ഒരിക്കൽ കൂടി കർത്താവിൻ്റെ കരങ്ങളിൽ ഏൽപ്പിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. നമ്മുടെ വ്യക്തിപരമായ ആവശ്യങ്ങളും നമ്മുടെ കുടുംബത്തിൻ്റെ ആവശ്യങ്ങളും നമ്മുടെ പ്രാർത്ഥനകൾ ചോദിച്ചിട്ടുള്ളവരുടെ ആവശ്യങ്ങളെല്ലാം ഈശോയുടെ കരങ്ങളിൽ പ്രത്യേകം സമർപ്പിച്ച് സ്വതന്ത്രമായിട്ട് നമുക്ക് അല്പസമയം സ്തുതിച്ച് ദിവ്യകാരുണ്യത്തിൻ്റെ ആശീർവാദം സ്വീകരിക്കാം. യേശുവേ നന്ദി, ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. കർത്താവേ, അങ്ങയുടെ നാമം ഞങ്ങൾ ഉയർത്തുന്നു. ആ നാമം വിളിച്ച് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഞങ്ങളെ അനുഗ്രഹിക്കണമേ, ഞങ്ങളുടെ കുടുംബങ്ങളെ അനുഗ്രഹിക്കണമേ, ലോകം മുഴുവനെയും അനുഗ്രഹിക്കണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ ആരാധന. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ.
ഹൃദയത്തിൽ നമ്മെയും നമ്മുടെ എല്ലാ നിയോഗങ്ങളെയും പ്രതിഷ്ഠിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ. ഞങ്ങളുടെ സഹായമായ പരിശുദ്ധ മറിയമേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. വിശുദ്ധ ഔസേപ്പ് പിതാവേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. വിശുദ്ധ അൽഫോൻസായേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ.